ഒരിക്കലും മനുഷ്യനായി പിറന്ന ഒരു വ്യക്തിയും പറയാൻ പാടില്ലാത്ത, കേരളത്തിനകത്ത് കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ആ വീഡിയോ എടുത്ത സ്ത്രീയെ ബലാത്സംഗം ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതെവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാൻ. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. റേപ്പിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന, പ്രേരിപ്പിക്കുന്ന ഈ ഒരു വ്യക്തിക്കെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണമെന്നാണ് ഇന്ന് സമൂഹം പറയുന്നത്. സ്ത്രീജനങ്ങളെല്ലാം തന്നെ ഇളങ്ങിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റാണോ, ഇൻസ്റ്റഗ്രാം പോസ്റ്റാണോ, അതോ അല്ലാതെ ഇട്ടതാണോ, എന്ത് തന്നെയായാലും ഇത് ഉടനെ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യണം എന്നുള്ളതാണ് സ്ത്രീപക്ഷമായിട്ടുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായം. ഇത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. ഇത് കേട്ട അമ്മയും പെൺമക്കളും ഉള്ള ഏതൊരാണും ഈ ഒരു പോസ്റ്റിനെതിരെ, ഈ ഒരു കാര്യത്തിനെതിരെ, ഈ ഒരു ആഹ്വാനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തി ചെയ്ത തെറ്റിന് ആ വ്യക്തിയെ ഇനി കൊല്ലാനായിട്ടില്ല, ആ വ്യക്തിയെ പറയാനായിട്ട് ഇനി വാക്കുകളില്ല. അത്തരത്തിലും നമ്മൾ ഓരോ മനുഷ്യരും, ഞാനടക്കമുള്ള എല്ലാ സ്ത്രീജനങ്ങളും, മനുഷ്യരായിട്ടുള്ള എല്ലാവരും അവരെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആഹ്വാനം ഞങ്ങൾ സഹിക്കത്തില്ല. ഇനി ആ സ്ത്രീ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അതിനിവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്, നമുക്ക് ഭരണഘടനയുണ്ട്. ഇത് ഇവിടെ ബംഗാളോ ബീഹാറോ ഉത്തർപ്രദേശോ ഒന്നും തന്നെയല്ല. ഇങ്ങനത്തെ ആഹ്വാനങ്ങളൊന്നും ഇവിടെ വില പോകത്തില്ല. ഇത് നടക്കുന്ന കാര്യമേ ഇല്ല. ഇത് അംഗീകരിച്ചു കൊടുക്കാനും ഇത് കേൾക്കാനും കാണാനും കണ്ണും വായും ചെവിയും തുറന്ന് ഇവിടെ ആരും ഇരിക്കുന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞ് ആഹ്വാനം കൊടുത്തിട്ടുള്ള ആ ഒരു മനുഷ്യൻ എത്ര നീചനാണ്, എത്ര വൃത്തികെട്ടവനാണ്. ആ വീഡിയോ എടുത്തത് എന്നുള്ളതിൻ്റെ പേരിൽ ആ വ്യക്തിയെ ചിന്ന ഭിന്നമാക്കി കളയുക എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇവിടെ സിനിമാ നടിക്കുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന വ്യക്തികൾക്കുണ്ടായ സമയത്ത്, ട്രെയിനിൽ പോയപ്പോൾ എടുത്ത് തള്ളിയിട്ട് പീഡിപ്പിച്ച സമയത്ത് ആ ചെയ്ത അതേ കാര്യമാണ് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ഒരു തരത്തിലും കേരളത്തിൽ പോലും നിർത്തരുത്, ഇന്ത്യയിൽ പോലും നിർത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പുരുഷന്മാരെ നമ്മൾ ബലാത്സംഗം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരെ തല കൊയ്യേണ്ടി വരും. എന്തുകൊണ്ട് നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ നീതി ഇവിടെ നടപ്പാക്കുന്നില്ല? ഞങ്ങളാരും ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുക, കൊല്ലു എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടുന്നില്ല. കമൻറ്റിൻ്റെ അടിയിൽ വല്ലതും വന്ന് എഴുതി വെക്കും, ഒളിച്ചും പാത്തും എന്നുള്ളതല്ലാതെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഒരു മനുഷ്യനും ഇടത്തില്ല, ഒരു സ്ത്രീ ഇടത്തില്ല. ഇത് വളരെ കടന്ന കൈയായിപ്പോയി. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെതിരെ നമ്മൾ സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്ത്രീകൾ ഇതുവരെ നേടിയെടുത്തിട്ടുള്ള സകല അവകാശങ്ങളും ഇതിലൂടെ റദ്ദാക്കപ്പെടുകയാണ് ചെയ്യുന്നത്, ഈ ആഹ്വാനത്തിലൂടെ. അതുകൊണ്ട് ആരും തന്നെ ഇത് അംഗീകരിക്കരുത്. ശക്തമായി പ്രതികരിക്കുക.